എല്ലാവർക്കും എന്റെ പ്രണാമം. ഉപനിഷത്ത് സത്യമായ ബ്രഹ്മത്തെ, അതിന്റെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി വിശദമായി ചർച്ച ചെയ്യുന്നതാണ് ബ്രഹ്മസൂത്രം. ബ്രഹ്മത്തെ വ്യക്തമാക്കുന്ന സൂത്രം അത് ഉപനിഷത്തുക്കളെ ആസ്പദമാക്കി. ബ്രഹ്മസൂത്രത്തിലെ ആദ്യത്തെ സൂത്രം ഇങ്ങനെയാണ്: അഥാതോ ബ്രഹ്മജിജ്ഞാസ. അതഃ ബ്രഹ്മജിജ്ഞാസ എന്ന് 3 പദങ്ങൾ ഉൾപ്പെട്ടതാണ്. അഥ ഇനി, അതഃ അതുകൊണ്ട്, ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. ഇതാണ് സൂത്രത്തിന്റെ ശബ്ദങ്ങളുടെ അർത്ഥം. വളരെ വിശദമായി ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ല. 4 സൂത്രം 5 ദിവസം അരമണിക്കൂർ ചർച്ച കൊണ്ട് നമുക്ക് ഏതാണ്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അഥ ഇനി, അതഃ അതുകൊണ്ട്, ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. അഥ എന്ന് വെച്ചാൽ എന്താ? ഒരു 3-4 കാര്യങ്ങൾ അഭ്യസിച്ചുറപ്പിച്ചതിന് ശേഷം എന്നാണ് ആചാര്യസ്വാമികൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. സാധന ചതുഷ്ടയം എന്ന് പറയും. 4 കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിത്യാനിത്യ വസ്തുവിവേകം. നിത്യമേത് അനിത്യമേത് ഈ ജഗത്തിൽ അത് ഒന്ന് വേർതിരിച്ച് ഏതാണ്ടൊക്കെ മനസ്സിലാക്കിയിരിക്കണം. ബ്രഹ്മത്തെ അന്വേഷിക്കുന്നതിന് മുൻപ് നമ്മൾ ഇന്ന് കാലത്തൊക്കെ ചർച്ച ചെയ്തല്ലോ, ബോധം ജഡം, ബോധം നിത്യം, ജഡം അനിത്യം. ബ്രഹ്മം നിത്യം, കർമ്മം അനിത്യം. അതാണ് നിത്യ അനിത്യ വസ്തു വിവേകം. അത് കഴിഞ്ഞാൽ നിത്യാനിത്യ വസ്തു വിവേകം, ഇഹ അമുത്ര അർത്ഥഭോഗവിരാഗം. ഇവിടെയും പരലോകത്തും ഭൗതിക സുഖം അനുഭവിക്കണം എന്ന അതിയായ ആഗ്രഹത്തിൽ നിന്നും മനസ്സ് പിന്തിരിയണം. അതിയായ ഭൗതിക സുഖം അനുഭവിക്കണം എന്ന് മോഹമുണ്ടെങ്കിൽ ബ്രഹ്മത്തെ അന്വേഷിക്കാൻ പറ്റില്ല. ഇഹ അമുത്രാർത്ഥ ഭോഗവിരാഗം, ശമദമാദി ഷഡ്കസമ്പത്തി. ശമം, ദമം, ഉപരതി, തിതിക്ഷ, ശ്രദ്ധ, സമാധാനം. ഇത് 6 ഒന്ന് ശീലിച്ചുറപ്പിക്കണം. ശമം മനസ്സിന്റെ അടക്കം, ദമം ഇന്ദ്രിയങ്ങളുടെ അടക്കം, ഉപരതി വൈദിക കർമ്മകാണ്ഡ വേദഭാഗത്തിൽ പറയുന്ന കർമ്മങ്ങളിൽ നിന്നൊക്കെ മനസ്സൊന്ന് പിന്തിരിയണം. തിതിക്ഷ ഏത് ദുഃഖവും ശാന്തമായി സഹിക്കാൻ ശീലിക്കണം. സമാധാനം മനസ്സിന് ഏകാഗ്രത ഉള്ള ശ്രദ്ധ കഴിഞ്ഞ് സമാധാനം. ഗുരുവിലും ഈശ്വരനിലും വിശ്വാസം വേണം. പിന്നെ സമാധാനം, ഏകാഗ്രത. ഇതാണ് ശമദമാദി ഷഡ്ക സമ്പത്തി. അപ്പോൾ ഇത് ശീലിക്കണം. അത് കഴിഞ്ഞ് 4-മത്തേതാണ് മുമുക്ഷുത്വം. ദുഃഖമോചനം എനിക്കുണ്ടാവണം എന്ന ഗാഢമായ ആഗ്രഹം. ദുഃഖമോചനമാണ് മോക്ഷം. മോക്ഷം പരലോകത്തെങ്ങാനും പോയി നേടാനുള്ളതല്ല. ഇവിടെ വെച്ച് പൂർണ്ണമായും ദുഃഖം നമുക്ക് മാറിക്കിട്ടണം. നിശ്ചയമായിട്ടും കിട്ടും. ബ്രഹ്മത്തെ അന്വേഷിച്ചാൽ കിട്ടും. മറ്റൊന്നുകൊണ്ടും സാധ്യമല്ല. അതാണ് മുമുക്ഷുത്വം. എനിക്ക് മോക്ഷം ലഭിക്കണം എന്ന ആഗ്രഹം. ഈ 4 കാര്യങ്ങളും ഒരുമാതിരിയൊക്കെ ഒന്ന് ശീലിച്ചുറപ്പിച്ചാൽ ബ്രഹ്മത്തെ അന്വേഷിക്കാം. ഇനി എന്ന് പറയുന്നത് ഈ 4 കാര്യങ്ങളും ശീലിച്ചുറപ്പിക്കണം.
അടുത്തത് അതുകൊണ്ട് ബ്രഹ്മത്തെ അന്വേഷിക്കാം. ഏതുകൊണ്ട്? കർമ്മം കൊണ്ടൊന്നും ഒരിക്കലും മനുഷ്യന് കാര്യമായ തൃപ്തി വരില്ല. കർമ്മകാണ്ഡ വേദഭാഗത്തിലെ യജ്ഞങ്ങളോ അനുഷ്ഠാനങ്ങളോ കൊണ്ടൊന്നും കാര്യമായ തൃപ്തി ഉണ്ടാവുകയേയില്ല. അങ്ങേയറ്റം കർമ്മകാണ്ഡത്തിലെ യജ്ഞാദികൾ അനുഷ്ഠിച്ചാൽ കിട്ടുന്നത് സ്വർഗഫലമാണ്. അതിലപ്പുറം പോവാൻ കർമ്മകാണ്ഡ അനുഷ്ഠാനങ്ങൾക്കൊരിക്കലും സാധ്യമല്ല. ഈ യജ്ഞാദി വളരെ ക്ലേശിച്ചനുഷ്ഠിച്ചു, സ്വർഗം കിട്ടി, പുണ്യം തീർന്നാൽ തിരിച്ച് ഇങ്ങോട്ട് പോരും. പിന്നെ ഇവിടെ വന്ന് വീണ്ടും അനുഷ്ഠിക്കണം. നമ്മുടെ ഇവിടെയൊക്കെ ഈ പ്രസിഡന്റ് ആവുക, അല്ലെങ്കിൽ MLA ആവുക, പ്രധാനമന്ത്രിയാവുക എന്നൊക്കെ പറയുമ്പോഴാണ്. അത്രയേ ഉള്ളൂ. ഇപ്പൊ പ്രസിഡന്റ് ആവുക, ഇന്ത്യയിലോ അമേരിക്കയിലോ ഒക്കെ പ്രസിഡന്റ് ആവുക, വളരെയധികം ക്ലേശങ്ങൾ സഹിച്ച് പ്രസിഡന്റായി കൂടി വന്ന 5 കൊല്ലം. 5 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങോട്ട് ആ സ്ഥാനത്ത് നിന്നും വിടണം. പിന്നെയും പ്രസിഡന്റ് ആകണമെങ്കിൽ പിന്നെയും ശ്രമിക്കണം. ഇതാണ് കർമ്മം കൊണ്ട് നേടാവുന്ന അങ്ങേയറ്റത്തെ സ്വർഗഫലത്തിന്റെ പോലും സ്ഥിതി. ഭാഗവതത്തിൽ തന്നെ ആദ്യം എന്താ? ശൗനകാദി മുനിമാർ നൈമിഷേ അനിമിഷക്ഷേത്രേ മുനയ ശൗനകാദയ സത്രം സ്വർഗായ ലോകായ സഹസ്രസമം ആസത്ത. നൈമിഷാരണ്യത്തിൽ ശൗനകാദി മുനിമാർ സ്വർഗത്തിനു വേണ്ടി, അത്രയേ ഉള്ളൂ, അതിലപ്പുറം പോകാൻ ഒക്കില്ല, സ്വർഗത്തിനു വേണ്ടി 1000 കൊല്ലം കൊണ്ട് അവസാനിക്കുന്ന ഒരു സത്രം. മനുഷ്യജീവിതത്തിന്റെ പോക്കാണ്. 100 കൊല്ലമാണ് ഒരു മനുഷ്യജീവിതത്തിനുള്ളത് നമ്മളിപ്പോ കേട്ടല്ലോ. പക്ഷെ ഇത് അപ്പോ അത്രയും കൊണ്ടൊന്നും പറ്റില്ല. 1000 സഹസ്രസമം 1000 കൊല്ലം കൊണ്ട് തീരുന്ന ഒരു സത്രം ആരംഭിച്ചിരിക്കുകയാണ്. ഇതെവിടെ ചെന്ന് അവസാനിക്കും? 1000 കൊല്ലം കൊണ്ട് സത്രം ചെയ്താൽ എന്താ? സത്രം സ്വർഗായ ലോകായ, അതിനപ്പുറത്ത് സാധ്യമല്ല. അപ്പൊ അങ്ങനെ ആ സത്രം ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് യാദൃച്ഛികമായിട്ട് സൂതൻ അവിടെ എത്തുന്നത്. ഈ തത്വബോധത്തിന്, ജ്ഞാനത്തിന് ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. അതുണ്ടായാൽ രക്ഷ. അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്ത് ജനിച്ചും മരിച്ചും ക്ലേശിച്ചും ഈ സംസാര ചക്രത്തിൽ കറങ്ങേണ്ടി വരും. കർമ്മം കൊണ്ടൊന്നും ഒരിക്കലും മോക്ഷം, അതായത് പൂർണ്ണമായ ദുഃഖമോചനം, മോക്ഷം എന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഇവിടെ വെച്ചത് നേടാൻ കഴിയുമോ? ഇതാ ഇപ്പൊ തീരുമാനിക്കുക, ഞാനിനി ദുഃഖിക്കുകയില്ല, മോക്ഷം, ബ്രഹ്മാനന്ദം. തീരുമാനിക്കാൻ കഴിയുമോ? കഴിഞ്ഞില്ലെങ്കിൽ ദുഃഖിച്ച് തന്നെ മുമ്പോട്ട് പോകണം. ബ്രഹ്മത്തെ അന്വേഷിച്ച് അനുഭവിക്കുന്നതുവരെ ദുഃഖം തുടരും. അപ്പോ അതുകൊണ്ട് കർമ്മം കൊണ്ടോ കർമ്മകാണ്ഡ വേദഭാഗങ്ങളിലെ യജ്ഞാദ്യനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഒരിക്കലും കാര്യമായ ശാന്തിയോ സുഖമോ ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട്, അതുകൊണ്ട് എന്തു വേണം? ബ്രഹ്മജിജ്ഞാസ, ബ്രഹ്മത്തെ അന്വേഷിക്കാം. ബ്രഹ്മം ശുദ്ധ സുഖസ്വരൂപമാണ്, ആനന്ദം, വിജ്ഞാനം, ആനന്ദം, ബ്രഹ്മ, ശുദ്ധമായ ആനന്ദം സ്വരൂപമായിട്ടുള്ള ഒരൊറ്റ വസ്തുവേ ലോകത്തുള്ളൂ, ബ്രഹ്മം അഥവാ ശുദ്ധബോധം. നമ്മൾ ഇന്ന് കാലത്തൊക്കെ ചർച്ച ചെയ്തല്ലോ ആ ശുദ്ധബോധം. അതിനെ അന്വേഷിക്കാം. അതിന് എവിടെ അന്വേഷിക്കാം? നമ്മളതാണ് ഉണ്ട് എന്നനുഭവിക്കുന്ന ബോധം. ഇതാണ് ബ്രഹ്മം. ഞാനുണ്ട് എന്ന് നമ്മൾ നിരന്തരം അനുഭവിക്കുന്നു. ഈ ബോധം ശുദ്ധമായ ആനന്ദമാണ്. അത് പിന്നെന്താ? അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് സൂര്യൻ ശുദ്ധമായ വെളിച്ചമാണ്. പക്ഷെ മേഘഖണ്ഡങ്ങൾ വന്ന് ആ സൂര്യനെ മറച്ചാൽ എങ്ങനെയാണ് സൂര്യന്റെ വെളിച്ചം ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അനുഭവിക്കുക? അതുപോലാണ് ഇവിടെ ജീവൻ
ജീവനെന്ന് പറയുന്നത് ഈ അഖണ്ഡബോധ ബ്രഹ്മത്തിൽ മായ ചിത്തത്തെ, മനസ്സിനെ, ചിത്തം, മനസ്സ്, ബുദ്ധി, സൂക്ഷ്മശരീരം എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെ. ഈ ചിത്തത്തിൽ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം പ്രതിബിംബിച്ചു. ചിത്തം മായാനിർമ്മിതമാണ്. അതെങ്ങനെ ഉണ്ടായിരുന്നോ, എന്തിനുണ്ടായിരുന്നോ ആർക്കും നിശ്ചയമില്ല. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധം അതിൽ പ്രതിബിംബിച്ചു. ഈ പ്രതിബിംബബോധവും ചിത്തവും ചേർന്നതാണ് ജീവൻ. ചിത്തം എന്ന് പറയുന്നത് ആഗ്രഹങ്ങളുടെ ഒരു കൂട്ടമാണ്. ആഗ്രഹങ്ങൾ ഉള്ളിടത്തോളം അതിൽ പ്രതിബിംബിക്കുന്ന ജീവൻ ആ ആഗ്രഹത്തിന്റെ പുറകെ പായുകയാണ്. നേടിയെടുത്തു കുറെ ആഗ്രഹങ്ങൾ, അതാണ് കർമ്മം, മായാനിർമ്മിതമായ കർമ്മം. വാസ്തവത്തിൽ കർമ്മം ഉണ്ടാകാനോ നിലനിൽക്കാനോ ഒന്നും സാധ്യമല്ല. പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ കർമ്മം ആഗ്രഹത്തിന്റെ പിന്നാലെ മനുഷ്യനെ പായിക്കുന്നു. എവിടെ അവസാനിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക. മരിക്കാൻ കിടക്കുകയാണ്, കിടപ്പിലാണ് മലമൂത്ര വിസർജനമൊക്കെ. ആഗ്രഹം തീർന്നോ? തീർന്നില്ല. എന്തൊരു അത്ഭുതം! മായയല്ലേ ഇത്? ഇനി ഈ ശരീരം കൊണ്ട് പ്രവർത്തിക്കാനേ സാധ്യമല്ല. എണീറ്റിരിക്കാൻ വയ്യ. ആഗ്രഹം തീർന്നോ? തീർന്നില്ല. അങ്ങനെ വരുമ്പോ ഈ ശരീരം ഉപേക്ഷിച്ച് ചിത്തവും പ്രതിബിംബബോധവും ഇറങ്ങിപ്പോകും. എന്തിന്? ആ ചിത്തത്തിലുള്ള കാമങ്ങൾ നേടാൻ പറ്റിയ ഒരു ദേഹം അന്വേഷിച്ച്. ഗീത 15-ാം അധ്യായത്തിലൊക്കെ വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനെ ഇറങ്ങിപ്പോകുന്നത് ജ്ഞാനികൾക്ക് കാണാൻ പോലും കഴിയും എന്നാണ് 15-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നത്. അപ്പൊ അത് പോയി വീണ്ടും ഒരു ശരീരം സ്വീകരിക്കും. വീണ്ടും ആഗ്രഹങ്ങൾ നേടാൻ കർമ്മം ചെയ്തു. വീണ്ടും ശരീരം ജീർണിച്ചു, വാർദ്ധക്യം വന്നു, മരണം വന്നു. ആഗ്രഹം തീർന്നോ? ഒറ്റ ചോദ്യം അതാണ്. ഈ ആഗ്രഹമൊക്കെ അങ്ങനെ തീർക്കാൻ പറ്റുമോ സാർ? അല്ല, തീർക്കണ്ട. ഇവിടെ ആര് പറഞ്ഞു? പക്ഷെ നിങ്ങൾ മരിക്കാൻ കിടക്കുന്നു, എണീക്കാൻ വയ്യ. നിങ്ങൾക്കിനി ഒരാഗ്രഹവും നടപ്പാക്കാനേ സാധ്യമല്ല. ആഗ്രഹം വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുമോ? ഇതാണ് മായ. വേണ്ടെന്ന് വച്ചില്ലെങ്കിൽ ആ ആഗ്രഹവും പ്രതിബിംബബോധവും ചേർന്ന് ഈ സ്ഥൂല ശരീരത്തിൽ നിന്നും പുറത്തു പോകും. ബിംബബോധം, ബ്രഹ്മം സർവത്ര നിറഞ്ഞു നിൽക്കുകയാണ്. അതിനൊരിടത്തും പോകേണ്ട ആവശ്യമില്ല. പ്രതിബിംബബോധം പോകുന്നത് തന്നെ ചിത്തം പോകുന്നത് കൊണ്ട് പ്രതിബിംബബോധവും പോകുന്നു എന്നുള്ള തോന്നൽ. ഒരു ജലപാത്രത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചു നോക്കുക. സൂര്യൻ ഒന്നേ ഉള്ളൂ. എത്ര ജലപാത്രങ്ങളുണ്ടോ അത്രയും പ്രതിബിംബങ്ങൾ. ജലം ചലിച്ചാൽ പ്രതിബിംബം ചലിക്കും. ജലം ശുദ്ധമായാൽ പ്രതിബിംബം നിശ്ചലമായി അനുഭവപ്പെടും. ജലം ദൂരേക്ക് കൊണ്ടുപോയാൽ പ്രതിബിംബം കൂടെ പോകുന്നതായിട്ട് തോന്നും. വാസ്തവത്തിൽ ഇതൊന്നും പ്രതിബിംബത്തിന് പോലും സംഭവിക്കുന്നില്ല. അതാണ് വസ്തുത. അപ്പൊ സാക്ഷാൽ സൂര്യന് സംഭവിക്കും എന്ന് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അതുപോലാണ് പരമാത്മാവിന്, ബ്രഹ്മത്തിന് ഈ ജീവന്റെ ചലനമോ കേടുപാടുകളോ ഒന്നും സംഭവിക്കുന്നില്ല. പ്രതിബിംബത്തിന് പോലും വാസ്തവത്തിൽ സംഭവിക്കുന്നില്ല. പക്ഷെ ചിത്തം ചലിക്കുമ്പോ ജീവൻ ചലിക്കുന്നതായി തോന്നുന്നു. ചിത്തം ഇറങ്ങിപ്പോകുമ്പോ ജീവൻ പോകുന്നതായി തോന്നുന്നു. ചിത്തം ജനിക്കുമ്പോ, ആഗ്രഹം നേടാൻ ജനിക്കുമ്പോ ജീവൻ ജനിക്കുന്നതായി തോന്നുന്നു. ഈ ഭ്രമമാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ പരമാത്മാവിന് ഈ ജനനമരണങ്ങളും ആയിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഈ പ്രതിബിംബമോ ആഗ്രഹങ്ങളുടെ ആകത്തുകയായ ചിത്തം തീരുമ്പോ പ്രതിബിംബമില്ല. ചിത്തമുണ്ടെങ്കിലല്ലേ പ്രതിബിംബിക്കാൻ പറ്റൂ. പാത്രത്തിൽ വെള്ളമുണ്ടെങ്കിലേ സൂര്യന്റെ പ്രതിബിംബമുള്ളൂ. വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ ആ പ്രതിബിംബം ബിംബവുമായി ഏകീഭവിക്കുന്നു. ഇതാണ് മോക്ഷം, ജീവന്റെ മോക്ഷം. ചിത്തം തീർന്നോ ജീവന് പരമാത്മസ്വരൂപം തിരിച്ചു കിട്ടുന്നു. ചിത്തമിരുന്നോ
ഉണ്ടോ അതിൽ പ്രതിബിംബിച്ച് ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും എത്ര കാലം കഴിയണം? ചിത്തമുള്ളിടത്തോളം കഴിയണം. ജനന മരണ ചക്രം, അതാണ് സംസാരം. അങ്ങേറ്റം ശാസ്ത്രീയമായ വസ്തുസ്ഥിതിയാണിത്. നമ്മുടെ ജീവിതം നിർണയിക്കുന്നത് ചിത്തമാണ്. ചിത്തമേവ ഹി സംസാര. സംസാരം എന്ന് പറയുന്നത് ഈ ചിത്തം. ഇപ്പൊ എന്തൊക്കെയാണോ ആഗ്രഹങ്ങൾ, അതനുസരിച്ചാണ് നാം ജീവിക്കുന്നത്. ഇപ്പം മോഷ്ടിക്കാനാണ് ആഗ്രഹമെങ്കിൽ മോഷ്ടാവ്, സംശയം എന്താ? ഇപ്പോ സന്യസിക്കാനാണ് ആഗ്രഹമെങ്കിൽ സന്യാസി. എന്തും നിശ്ചയിക്കുന്നത് ചിത്തം. മരണാനന്തര ജീവിതവും നിശ്ചയിക്കുന്നത് ചിത്തം. ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ ചിത്തം, അതിനെ സംസ്കരിക്കൂ. ചിത്തമേവ ഹി സംസ്കാര തത്പ്രയത്നേന ശോധയേ. എന്ത് വില കൊടുത്തും അതിനെ ശുദ്ധമാക്കൂ. യച്ചിത്തസ്തന്മയോ മർത്യ. ചിത്തമെങ്ങനെയോ മനുഷ്യനങ്ങനെ. ഗുഹ്യമേതത് സനാതനം. ഇതാണ് സനാതനമായ ജീവിത നിയമം. ഒക്കെ വളരെ ലളിതം. അതുകൊണ്ട് ചിത്തത്തെ ശുദ്ധമാക്കുക. അതിനെന്താ മാർഗം? ബ്രഹ്മത്തെ അന്വേഷിക്കൂ. എന്താ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമയമാണ്. ബ്രഹ്മത്തിലെ ഭ്രമമൊക്കെ ബ്രഹ്മം തന്നെ. അന്തിമ വിശകലനത്തിൽ ഭ്രമമൊക്കെ വസ്തു തന്നെയാണ്. മരുഭൂമിയിലെ കാനൽ ജലം അന്തിമ വിശകലനത്തിൽ മരുഭൂമി തന്നെ. കയറിലെ പാമ്പ് അന്തിമ വിശകലനത്തിൽ കയറ് തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഭ്രമമൊക്കെ ബ്രഹ്മം തന്നെ. ബ്രഹ്മമല്ലാതെ ഇവിടെ രണ്ടാമതൊരു വസ്തുവില്ല. രണ്ടുണ്ടെന്ന് തോന്നുന്നത് ഭ്രമം. ആ ഭ്രമത്തെയും ബ്രഹ്മമായി കാണൂ. അതാണ് ഈശാവാസ്യോപനിഷത്തിൽ പറയുന്നത്. ഈശാവാസ്യമിതം സർവം. ഇനി എന്താ സംശയിക്കാൻ? ഇതം സർവം. ഇവിടെ കാണുന്ന എന്തും ഈശനാൽ നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഈശൻ ഈ ബ്രഹ്മമാണ്, പരമാത്മാവാണ്. വ്യക്തമായിട്ടത് പറഞ്ഞു. ബോധമാണ് പരമാത്മാവ്. നമ്മൾ ഇന്നലെയൊക്കെ ചർച്ച ചെയ്തല്ലോ. ഇന്ന് കാലത്തും ബോധമില്ലയോ? ഒന്നുമില്ല. അതുകൊണ്ട് കാണുന്നതൊക്കെ ബ്രഹ്മം. ഇതത്യന്തം ശാസ്ത്രീയം. സർവം ഖല്വിദം ബ്രഹ്മ. ഈ കാണുന്നതൊക്കെ ബ്രഹ്മം തന്നെ. ഖലു എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ബ്രഹ്മം. ഇതങ്ങോട്ട് ശാസ്ത്രീയമായി ചിന്തിച്ചുറപ്പിച്ച് മനസ്സെവിടെയൊക്കെ ചെന്ന് പറ്റുന്നുവോ അവിടെ ബുദ്ധി കൊണ്ട് ബ്രഹ്മത്തെ കൂടെ കണ്ടേക്കുക. ഇപ്പൊ ഒരു കെമിസ്റ്റ് വെള്ളം കണ്ടു. ബുദ്ധി കൊണ്ട് അയാൾ കാണുന്നത് ഓക്സിജനും ഹൈഡ്രജനുമാണ്. അല്ലെങ്കിൽ വേറൊരു ഫിസിസിസ്റ്റ് വസ്തുവിനെ കണ്ടു. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടേ ഒരു ഫിലോസഫി ഓഫ് ഫിസിക്സ്. ഒരു ഫിസിക്സ് പ്രൊഫസർ ഫിസിക്സ് പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ഫിലോസഫി ഇപ്പൊ എന്താ? മേശയിൽ തട്ടിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ മേശയില്ല. ഫിസിക്സാണ് ഇത്, വേദാന്തമല്ല. പിന്നെ ഇവിടെ എന്താ? ഇവിടെ കുറച്ച് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസുമാണ് ഉള്ളത്. അവരവിടം വരെ എത്തിയുള്ളൂ. വേദാന്തി അതിനപ്പുറത്ത് ബോധം വരെ എത്തി. പുറത്തന്വേഷിക്കുന്നവർക്ക് ഇതിനപ്പുറം ഈ ഇലക്ട്രോൺസിനും ന്യൂട്രോൺസിനും അപ്പുറം ഒന്നും കാണാൻ സാധ്യമല്ല. അപ്പോ ആ പ്രൊഫസർ പറയുന്നത് കുഞ്ഞുങ്ങളെ ഇവിടെ മേശയില്ല, പിന്നെന്താ? കുറച്ച് ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ്. നിങ്ങളതിനെ മേശയായിട്ട് കാണുന്നു. നിങ്ങളുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ മേശയായിട്ട് കാണുന്നു. അത്രയേ ഉള്ളൂ. അപ്പോ സർവവും ബോധമാണ്. അപ്പോ അങ്ങനെയുള്ള ഒരു ഫിസിസിസ്റ്റിന് സർവവും എനർജിയാണ്. സർവവും. ഇവിടെ മാറ്റർ ഇല്ല. എനർജി മാറ്ററിന്റെ രൂപത്തിലിരിക്കുന്നു. അത്രയേ ഉള്ളൂ. അവിടം വരെ ഭൗതികശാസ്ത്രത്തിനെത്താമെങ്കിൽ അതിനുമപ്പുറത്ത് വേദാന്തം പറയുന്നു ഇതൊക്കെ ബോധമാണ്. എന്തുകൊണ്ട്? ബോധമില്ലേ ജഗത്തില്ല. ബോധമില്ലേ ഞാനില്ല. ബോധമില്ലേ നീയില്ല. ബോധമില്ലേ ഒന്നുമില്ല. സ്വർണ്ണാഭരണങ്ങൾ നിരന്നിരിക്കുന്നു. സ്വർണമില്ലേ ആഭരണങ്ങളൊന്നുമില്ല. സ്വർണമുണ്ടോ? എല്ലാമുണ്ട്. ഇത് ഉപനിഷത്ത് നൽകുന്ന ദൃഷ്ടാന്തമാണ്. വളരെ ലളിതമായ ദൃഷ്ടാന്തം. അതുകൊണ്ട് ഈ ആഭരണങ്ങളൊക്കെ സ്വർണം തീരുമാനിക്കൂ. അതുപോലെ ഈ ജഗത്തിൽ കാണുന്ന
ശക്തിസ്പന്ദനം മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ബ്രഹ്മം. കാരണം എന്താ? ബ്രഹ്മമില്ലേ ജഗത്തില്ല. ബ്രഹ്മം ബോധം. ബോധമില്ലേ ജഗത്തില്ല. ബോധമുണ്ടോ ജഗത്തുണ്ട്. ഇത് ബുദ്ധിയെ പഠിപ്പിക്കുക. പഠിപ്പിച്ചാൽ എന്താ ഗുണം? സ്പഷ്ടമല്ലേ? ഭേദചിന്ത ബുദ്ധിയിൽ നിന്ന് പോകും. ഇവിടെ ഒന്നിനും ഭേദമില്ല. ഭേദദൃഷ്ടിരവിദ്യ. ഭേദദൃഷ്ടിയാണ് അവിദ്യ. ഭേദചിന്ത പോയാൽ രാഗദ്വേഷങ്ങൾ മായും ഉള്ളിൽ. രാഗദ്വേഷങ്ങൾ മാഞ്ഞാൽ ഈ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ശുദ്ധ ആനന്ദം സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ വളരെ കഠിനങ്ങളാണ് എന്ന് പറഞ്ഞ് മാറ്റിവയ്ക്കാൻ നോക്കാതിരിക്കുക. കുറേശ്ശെങ്കിലും ശ്രമിച്ചു പോവുക. ഞാൻ ആലോചിച്ചിട്ട് ഇതിൽ എന്താ കഠിനം? ഈ തത്വം മനസ്സിലാക്കി. മൈക്കിനെ കണ്ടു, മനസ്സ് പറയുന്നു മൈക്കെന്ന്, ബുദ്ധി പറയുന്നു ബ്രഹ്മം. തീർന്നില്ലേ? എത്രയെത്ര മനോയാതി ബ്രഹ്മണസ്തത്ര ദർശനം. ഇതിനെന്താ പ്രയാസം? ഞാൻ നോക്കിയിട്ടൊരു പ്രയാസമില്ല. പ്രയാസമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മോഹം, ഭൗതിക കാമങ്ങളിലുള്ള അതിരറ്റ മോഹം. അല്ലാതെ ഇതിനൊരു പ്രയാസമില്ല. നേരെ മറിച്ച് ഇതൊന്ന് ഉറച്ചു കിട്ടിയാലോ? കൃഷ്ണൻ എത്ര സ്ഥലത്ത് പറയുന്നു രാഗദ്വേഷങ്ങളില്ലാതെ പ്രവർത്തിക്കൂ. പ്രസാദം, നിരപേക്ഷമായ ഒരു പ്രസന്നത ഏത് പരിതസ്ഥിതിയിലോ എവിടെയോ നിൽക്കാം. അന്തശീതളത നഷ്ടമാകുന്നില്ല. സർവം ബ്രഹ്മമയം. ബാക്കി ജീവിതമൊക്കെ ഒരു നേരം പോക്ക്. സ്വപ്നേന്ദ്രജാല സദൃശം. ജീവിതം എന്താ? ഒരു വെറും സ്വപ്നം. കുറച്ചു കാലത്തിനു മുമ്പ് ഇല്ലായിരുന്നു, ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു, സ്വല്പം കഴിഞ്ഞില്ലാതാവും. അല്ലെങ്കിൽ ഇതൊരു ഇന്ദ്രജാലം. ഇത് വലിയ മഹാന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. എന്തുകൊണ്ട് ഇന്ദ്രജാലം? ഇതെങ്ങനെ ഉണ്ടായെന്നോ എന്തിനുണ്ടായെന്നോ ഒരു മനുഷ്യർക്കും നിശ്ചയമില്ല, ഒരു ശാസ്ത്രത്തിനും നിശ്ചയമില്ല. ഈയിടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയൊരു ഫിസിസിസ്റ്റ് സ്റ്റീഫൻ ഹോക്കിങ്സ് ഡൽഹിയിൽ വന്നല്ലോ. അദ്ദേഹം പറയുന്നു ഫിസിക്സിനൊന്നും എന്നെ രക്ഷിക്കാൻ സാധ്യമല്ല. ഒരു വീൽ ചെയറിൽ ഇങ്ങനെ കറങ്ങുകയാണ്, നെർവ്സ് എല്ലാം തളർന്നുപോയി. ഫിസിക്സിനൊന്നും ആരെയും രക്ഷിക്കാൻ സാധ്യമല്ല. ഞാൻ എന്തിന് ജനിച്ചു? ഇതാരെങ്കിലും പറഞ്ഞു തരുമോ? ഇതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. എന്ത് ചെയ്യാം? അവിടെ പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. അപ്പൊ ഇവിടെ എങ്ങാനും വന്നിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാൻ എന്തിന് ജനിച്ചു? അല്ലയോ മഹാത്മാവേ, അങ്ങ് ജനിച്ചിട്ടില്ല. അങ്ങയ്ക്ക് ജനിക്കാൻ ഒക്കില്ല. ഈ ജഡം ഇങ്ങനെ നാമരൂപങ്ങളെ പ്രദർശിപ്പിക്കുന്നു, വെറും മായ. ജനിക്കാത്ത അങ്ങ് ജനിച്ചു എന്ന് വിചാരിച്ചതാണ് അങ്ങയ്ക്ക് ഏറ്റവും വലിയ ദുഃഖം. ജനിച്ചില്ല എന്നുള്ളത് പരമസത്യം. ബ്രഹ്മം അത് ജനിക്കുന്നതല്ല, അത് ജീർണിക്കുന്നതല്ല. അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യത്തെ ഹന്യമാനേ ശരീരേ. അത് അജമാണ്, നിത്യമാണ്, ശാശ്വതമാണ്, പണ്ടേ ഉള്ളതാണ്. ഗീത കൃഷ്ണൻ പറയുന്നു. ശരീരം പോയെന്ന് വിചാരിച്ചത് പോവില്ല. ശരീരം വെറും ജഡം. ജനനമരണം എന്നൊക്കെ പറയുന്നത് വെറും പഴയ മുണ്ട് മാറ്റി പുതിയ മുണ്ടുടുക്കുക, അത്രേ ഉള്ളൂ. എന്നുവെച്ചാൽ പഴയ ശരീരം കൊള്ളില്ല. പഴയ മുണ്ട് കീറി നാശപ്പെട്ടു, ഇനി അത് ധരിക്കാൻ കൊള്ളില്ല. മാറ്റൂ, വേറൊരു പുതിയ മുണ്ടെടുക്കൂ. വാസാംസി ജീർണാനി യഥാവിഹായ. ഞാൻ പറയുന്നല്ലോ, ആ ശ്ലോകമൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പോ ഈ ശരീരം കൊള്ളാതായി, പക്ഷേ ചിത്തത്തിൽ കാമം അവസാനിച്ചുമില്ല. ആ ചിത്തം ബോധപ്രതിബിംബമായ ജീവനും ചേർന്ന് പുറത്തു വന്നിട്ട് പുതിയൊരു മുണ്ടുടുക്കുന്നത് പോലെ പുതിയൊരു വേഷം സ്വീകരിക്കും. ഇതാണ് ജനനം. ആ വേഷം അഴിച്ചു കളയുമ്പോൾ മരണം, വീണ്ടും പുതിയ വേഷം. ഇതിന് പോംവഴി എന്താ? വേഷം സ്വീകരിക്കാൻ ഇടയാക്കുന്ന ചിത്തത്തെ ബ്രഹ്മമയമാക്കി തീർക്കൂ. സർവം ബ്രഹ്മമയം. എന്താ ഇപ്പൊ വല്ല ആഗ്രഹമുണ്ടോ ഉള്ളിൽ? ഒരാഗ്രഹമില്ല. പ്രവർത്തിക്കുന്നു, അല്ല നമുക്ക് വരുന്നത്, അതനുസരിച്ചൊക്കെ മുമ്പോട്ട് പോകുന്നു.
അടുത്ത സമയം ഭക്ഷണം കിട്ടണമെന്ന് പോലും ആഗ്രഹമില്ല. കിട്ടിയാൽ കഴിക്കാം, അത്രയേ ഉള്ളൂ. ഇതാർക്ക് സാധിക്കില്ല? ആഗ്രഹമില്ലാതെ പ്രവർത്തിക്കൂ. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ നിലവിളിക്കുന്നയിടോ നിഷ്കാമകർമ്മം, നിഷ്കാമകർമ്മം. എന്താ ഫലം ഇല്ലെങ്കിൽ, കാമമില്ലെങ്കിൽ പിന്നെ എന്തിനാ കർമ്മം? അത് പ്രശ്നമല്ല. കർമ്മം ചെയ്തേ തീരൂ. കാമിക്കണമെന്ന് നിർബന്ധമില്ല, അത് നമുക്ക് മാറ്റാം. കാമം പോയാൽ ശരീരം കർമ്മം ചെയ്തോട്ടെ, ഒരു ദോഷവുമില്ല. ഉള്ളിൽ കാമമില്ല. ഇതാർക്ക് സാധിക്കില്ല? ഇപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് തീർത്ത് പറയാൻ കഴിയും, യാതൊരു കാമവും എന്റെ ഉള്ളിലില്ല. പിന്നെ സാറേ ഇവിടെ വന്ന് ബ്രഹ്മസൂത്രം പ്രസംഗിക്കുന്നതോ കാമമുണ്ടായിട്ടൊന്നുമല്ല. ഇവിടെ വന്നു അവസരം കിട്ടി പ്രസംഗിക്കുന്നു. പ്രസംഗിച്ചില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, യാതൊരു താല്പര്യവുമില്ല. ഈ നിഷ്കാമകർമ്മം ഇതൊക്കെ പറഞ്ഞു തള്ളിക്കളയുകയാണ്. നിഷ്കാമകർമ്മം പറഞ്ഞു തള്ളിക്കളഞ്ഞാൽ എന്താ പറ്റുന്നത്? കിടപ്പിലായി. എന്താ കാമമൊക്കെ പോയോ? ഈ അടുത്ത കാലത്ത് ഒരാള് വന്ന് പറഞ്ഞ അച്ഛന് തീരെ സുഖമില്ല സാർ, പ്രായമൊക്കെ ആയി, പെൻഷനുമായി. അച്ഛൻ കഷ്ടിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. ജീവിച്ചുകൊണ്ടിരുന്നത് TV കണ്ടാണ്. പക്ഷെ ഇപ്പൊ കിടപ്പിലായി. എപ്പോഴും റിമോട്ട് കൺട്രോളറും വെച്ച് TVയുടെ അടുത്തിരിക്കും. ചായയും കാപ്പിയും ഒക്കെ പോലും അവിടെ കൊണ്ടു കൊടുക്കുകയാണ്. അദ്ദേഹം കഷ്ടിച്ച് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയാണ്. ഇപ്പൊ അതും വയ്യ സാർ, ഇപ്പം കിടപ്പിലാണ്. അപ്പൊ എന്നിട്ടും ഒരു തലയിണയൊക്കെ വെച്ച് ഇങ്ങനെ ഉയർത്തി TVയും ഒക്കെ വെച്ച് അച്ഛൻ റിമോട്ട് കൺട്രോളറുമായിട്ടാണ് കിടക്കുന്നത്. ഇത് മരിക്കുന്നു. TV കണ്ടത് മതിയായോ? ഇല്ല. വരൂ, TV കാണാൻ വീണ്ടും വരൂ. വേറെ എന്താ നിവർത്തി? എന്നാ എനിക്ക് TVയും കാണണ്ട, ഒന്നും കാണണ്ട, ഒരാഗ്രഹമില്ല. ഇത് ഉള്ളിൽ ആഗ്രഹശമനം വരാമെങ്കിൽ ആ നിമിഷം ബ്രഹ്മാനുഭവം, അനന്തമായ ആനന്ദം. ഞാൻ ജനിച്ചതല്ല, ഞാൻ മരിക്കില്ല, ഞാൻ ആനന്ദസ്വരൂപമാണ് എന്നാർക്കും അനുഭവിക്കാൻ പറ്റും. ഇതൊക്കെ കഠിനമാണ്, ക്ലേശമാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ നമുക്ക് തുടങ്ങാം. തള്ളിക്കളഞ്ഞാൽ എന്നുവരെ തള്ളും? അതാണ് അഥാതോ ബ്രഹ്മജിജ്ഞാസ. ബ്രഹ്മത്തെ അറിഞ്ഞനുഭവിക്കുന്നതുവരെ ഈ സംസാര ചക്രത്തിൽ ജനിച്ചും മരിച്ചും ജായത്തെ മ്രിയത്തെ ഇത് തുടരും. അതിനുവേണ്ടിയാണ് കർമ്മകാണ്ഡം കൊണ്ടൊന്നും രക്ഷയില്ല. ഇനി അതുകൊണ്ട്, അതായത് കർമ്മം കൊണ്ടൊന്നും ജീവിതം തൃപ്തമാവില്ല എന്നുള്ളതുകൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ ശ്രമിക്കാം. ഇതാണ് ഒന്നാം സൂത്രത്തിന്റെ താല്പര്യം. ഈ ഒന്നാം സൂത്രത്തിന് ഇനിയും കുറച്ചുകൂടെ വളരെ വിസ്തരിച്ച് പറയേണ്ടതാണ്. പക്ഷെ നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ. ഇനി ഈ 4 സൂത്രം ഇതുപോലെ സാമാന്യമായി ഒന്ന് ചർച്ച ചെയ്യണം. അത് സാരമില്ല, കഠോപനിഷത്ത് വന്ന് കേൾക്കുക. എല്ലാ ദിവസവും 1 മണിക്കൂറുണ്ടല്ലോ കാലത്ത്. വിശദമായി ഇക്കാര്യങ്ങൾ ഗംഭീരമായി കഠോപനിഷത്ത് പ്രതിപാദിക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് അടുത്ത ദിവസങ്ങൾ കഴിച്ചുകൂട്ടാം. ബ്രഹ്മജിജ്ഞാസയ്ക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് തിരിച്ചുവിടാനെങ്കിലും ഈ സമ്മേളനങ്ങളൊക്കെ ഉപകരിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം സഫലമാകും. അതിന് ജഗദീശ്വരൻ നമ്മെ ഒക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമസ്കാരം.